നബിയെ അങ്ങ് സുഗന്ധമാണ്, നബിയെ അങ്ങ് സുഗന്ധമാണ് ജീവിതത്തിലും മരണത്തിലും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ആരോഗ്യവാനായി രാവിലെ കണ്ടതാണ് ജനങ്ങൾ. നബിയുടെ തിരിച്ചുവരവിൻ്റെ പ്രതീക്ഷയിലായിരുന്നു അവർ. പക്ഷേ പെട്ടെന്നാണ് മദീനയെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് പുണ്യനബിയുടെ വിയോഗവാർത്തയെത്തുന്നത്. വളരെ പെട്ടെന്ന് ആ വാർത്ത ഒരു കാട്ടുതീ പോലെ പടർന്നു പന്തടിക്കുകയാണ്. വിശ്വസിക്കാനും ഉൾക്കൊള്ളാനുമാവാതെ അവർ അങ്ങിങ്ങായി കൂട്ടം കൂടാൻ തുടങ്ങി. പള്ളിയുടെ പരിസരത്തേക്ക് പലരും വന്നുകൊണ്ടിരുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇരുന്നിടത്ത് എഴുന്നേൽക്കാൻ കഴിയാത്തവർ, വാർത്ത കേട്ട ശബ്ദരായവർ, മിണ്ടാൻ കഴിയാതെയായവർ, കരച്ചിലടക്കാൻ കഴിയാതെ വിതുമ്പുന്നവർ, മദീന മുഴുവൻ വിങ്ങിപ്പൊട്ടുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ മദീനയിൽ ഇരുട്ട് പരന്ന പകലായിരുന്നു അത്. പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമ്മതത്തോടെ വീട്ടിലേക്ക് പോയതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. കുന്നിൻ പ്രദേശത്തുള്ള തൻ്റെ വീട്ടിൽ നിന്ന് കുതിരപ്പുറത്ത് പ്രവാചക പള്ളിയിലേക്ക് വരുമ്പോൾ ജനം കൂടി നിൽക്കുന്നു. കുതിരയെ ഒരിടത്ത് കെട്ടി തിങ്ങിക്കൂടിയവരോട് ഒന്നും മിണ്ടാതെ അദ്ദേഹം മസ്ജിദുൻ നബവിയിലേക്ക് കയറിപ്പോവുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ആളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചിട്ടില്ല. മൂസ നബി അലൈഹിസ്സലാം പോയതുപോലെ അള്ളാഹുവിനെ കാണാൻ പോയതാണ്. ഉടനെ തിരിച്ചെത്തും, കപടവിശ്വാസികളെ വകവരുത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചെന്ന് പറയുന്നവർ എൻ്റെ വാളിൻ്റെ മൂർച്ചയറിയും തീർച്ച. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ജനക്കൂട്ടം സാലിം ഇബ്നു ഉബൈദിനോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവരം ധരിപ്പിക്കാൻ പറഞ്ഞു. സാലിമിനെ കണ്ടപാട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, തിരുദൂതർ യാത്രയായോ? ഉമറിൻ്റെ വൈകാരിക വിക്ഷേപം സാലിം അദ്ദേഹത്തോട് വിശദീകരിച്ചു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആളുകൾക്കിടയിലൂടെ തൻ്റെ മകൾ കൂടിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് പ്രവേശിച്ചു. പ്രവാചകന്റെ പുണ്യദേഹം പരുത്തിയിൽ നെയ്തെടുത്ത ഒരു യമനി പുതപ്പിട്ട് മൂടിയിരിക്കുന്നു. തൻ്റെ സ്നേഹഭാജനത്തിൻ്റെ മുഖമൊന്ന് കാണാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ പുതപ്പൊന്ന് നീക്കി. പൂർണ്ണചന്ദ്രനെ പോലെ തിളങ്ങുന്ന ആ പുമുഖം ചലനമറ്റ് കിടക്കുന്നത് കണ്ടപ്പോൾ അബൂബക്കറിന് തേങ്ങലടങ്ങിയില്ല. തേങ്ങി കരയുകയാണ്. ഒരുപാട് ഓർമ്മകൾ അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനോനുകരങ്ങളിലേക്ക് മിന്നിമറിഞ്ഞിട്ടുണ്ടാകണം. ചെറുപ്പത്തിലെ ആരംഭിച്ചതാണ് ഈ ആത്മീയ ബന്ധം. വിശ്വാസികളിൽ ഒന്നാമനായി, ഇസ്രാ യാത്രയിൽ സിദ്ദീഖായി, ഹിജ്റയിൽ സ്നേഹിയായി, തൻ്റെ പ്രിയപ്പെട്ട മകളെ നബിയുടെ കയ്യിലേൽപ്പിച്ച ഭാര്യ പിതാവായി, അവസാനം ആ നബിക്ക് പകരമായി നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ഇമാമായി വരെ എത്തി നിൽക്കുന്ന ആത്മബന്ധം. ഓർമ്മകളുടെ വേലിയേറ്റത്തിനിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ വിശാലമായ ആ നെറ്റിത്തടത്തിൻ്റെ ഒത്ത നടുവിൽ നിറകണ്ണുകളോടെ അദ്ദേഹം തൻ്റെ ചുണ്ടുകൾ ചേർത്ത് വെച്ച് പല പ്രാവശ്യം ചുംബിച്ചു. അള്ളാഹുവിൻ്റെ ദൂതരെ, ജീവിച്ചിരുന്നപ്പോൾ അങ്ങേക്കെന്തൊരു സുഗന്ധം, മരണത്തിലും അങ്ങേക്കെന്ത് സുഗന്ധം. നാഥൻ താങ്കൾക്ക് നിശ്ചയിച്ച മരണം താങ്കൾ വരിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു മരണം അങ്ങയെ കാത്തിരിക്കുന്നില്ല. അതിനിടയിലും പുറത്ത് ജനങ്ങളുടെ പരിഭ്രാന്തി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചുലക്കുന്നുണ്ടായിരുന്നു. താൻ കൂടി ഈ പ്രതിസന്ധിയിൽ പതറിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് അദ്ദേഹത്തിനറിയാം. ഇനി അമാന്തിക്കാൻ സമയമില്ല, ജനങ്ങളെ കാര്യം ബോധ്യപ്പെടുത്തണം. അബൂബക്കർ റളിയല്ലാഹു അൻഹു വേഗം പള്ളിയിലേക്ക് മടങ്ങുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അടങ്ങിയിരിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുന്ന ഭാവമില്ല. ജനം അബൂബക്കറിന് ചുറ്റും കൂടി. ഇനിയും വിശ്വാസം വരാത്തതുപോലെ അവർ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ശരിക്കും തിരുദൂതർ വഫാത്തായോ? അതേ എന്ന് മറുപടിയുമായി അദ്ദേഹം എഴുന്നേറ്റു നിന്നു. ഹൃദയം നുറുങ്ങുന്ന വേദനയുണ്ട് ഉള്ളിൽ, പക്ഷേ ഇപ്പോൾ അത് പ്രകടിപ്പിക്കാനുള്ള സമയമല്ലല്ലോ. ജനം പരിഭ്രാന്തിയിലാണ്. അവർക്ക് സ്ഥൈര്യം നൽകണം. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുവെങ്കിൽ മുഹമ്മദ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ ആ അള്ളാഹു
അമരനായി ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ മാത്രമാണ്. അദ്ദേഹത്തിന് മുമ്പും ഒരുപാട് ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ പുറകോട്ട് തിരിച്ചു പോവുകയോ എന്നർത്ഥം വരുന്ന ഖുർആനിക സൂക്തം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ വിശദീകരിക്കുകയാണ്.